കഥയെ ആരംഭിക്കുന്നത് ജനറൽ യാങ്ങിന്റെ കൊട്ടാരത്തിൽ നിന്നുമാണ്. ജനറലിന് 7 ആൺമക്കളാണുള്ളത്. അതിൽ 6ാമത്തെ മകന്റെ പേര് ലൂ എന്നാണ്. കഥാരംഭത്തിൽ ലൂവിനെയും അവന്റെ അവിവേകിയായ 7ാമത്തെ അനിയൻ യാൻസിയെയും കുടുംബ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശിക്ഷിക്കുകയാണ്. അവർക്ക് 30 ചാട്ടവാർ അടികളായിരുന്നു ശിക്ഷയായി വിധിച്ചിരുന്നത്. ജനറൽ തന്നെ നേരിട്ടിറങ്ങി ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മുന്നോട്ട് നടന്നെടുത്തു. എന്നാൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ കൃത്യം 2 ദിവസം പിന്നോട്ടേക്ക് പോകണം. ലൂവിന് ചായ എന്നു പേരുള്ള രാജകുമാരിയോട് പ്രണയമുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ കളിക്കൂട്ടുകാരായി അവർ വളർന്നു വന്നതാണ്. പരസ്പരം ജീവന തുല്യം ഇരുവരും സ്നേഹിച്ചിരുന്നു എന്നും വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോ യാതൊരു മടിയും കൂടാതെ ചായ രാജകുമാരി സമ്മതം മൂളി. ലൂ നേരെ തന്റെ പിതാവായ ജനറലിന്റെ അടുത്ത് ചെന്ന് ചായ രാജകുമാരിയെ വിവാഹം കഴിക്കാനുള്ള തന്റെ താല്പര്യം പ്രകടിപ്പിച്ചു. അതിനുള്ള യോഗ്യത നേടുന്നതിനായി ചക്രവർത്തി ഒരു മാർഷൽ ആർട്സ് ടൂർണമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വിവരമറിയിച്ചു. ആ മത്സരത്തിൽ വിജയിച്ച് തന്റെ ജീവനായവളെ സ്വന്തമാക്കാൻ തനിക്ക് 100% കഴിയും എന്ന് ലൂവിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യം ജനറലിനടുക്കൽ പറഞ്ഞതും ജനറൽ ഒരു ബോംബ് പൊട്ടിച്ചു. ലൂ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വിലക്കി. അതിനൊരു കാരണവും പറഞ്ഞു. ചക്രവർത്തിയുടെ അളിയനായ ലോർഡ് പാനിന്റെ മകനും ചായയോട് പ്രണയമുണ്ട്. അവനും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. യാങ് കുടുംബവും പാൻ കുടുംബവും പണ്ടുതൊട്ടേ കൊടിയ ശത്രുതയിലാണ്. നിലവിലിപ്പോഴാണെങ്കിൽ അതിർത്തിയിൽ കിത്താൻ ഗോത്രക്കാർ ശത്രുക്കൾ നിരന്തരം ആക്രമണം നടത്തുന്ന സമയവും. ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു പ്രശ്നമുണ്ടാക്കാൻ ജനറൽ ആഗ്രഹിച്ചിരുന്നില്ല. ചക്രവർത്തിക്ക് കീഴിൽ യാങ് കുടുംബവും പാൻ കുടുംബവും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ ലൂ തന്റെ പിതാവിന്റെ വാക്ക് കേൾക്കാതെ ലോർഡ് പാനിന്റെ മകനുമായി പോരാടാൻ പോയി. നിർഭാഗ്യവശാൽ പാനിന്റെ ആ മകൻ മത്സരത്തിനിടയിൽ നിയമവിരുദ്ധവും ചതി നിറഞ്ഞതുമായ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ലൂവിനെ തറയിൽ വീഴ്ത്തി. അത് കണ്ട് ദേഷ്യം സഹിക്കാനാവാതെ കൂടെ പോയിരുന്ന 7ാമത്തെ അനിയൻ യാൻസി വന്യമായ ദേഷ്യത്തോടെ ലോർഡ് പാനിന്റെ മകന് നേരെ പാഞ്ഞെടുത്തു. അവൻ അയാളെ ക്രൂരമായി തല്ലുന്നതിനിടയിൽ പാനിന്റെ മകൻ അബദ്ധത്തിൽ തെന്നി വീണ് തലയിടിച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അങ്ങനെയാണ് ജനറൽ യാങ് കൽപ്പനകൾ ലംഘിക്കുകയും അബദ്ധത്തിലാണെങ്കിലും ലോർഡ് പാനിന്റെ മകനെ കൊല്ലുകയും ചെയ്തതിന് മറ്റുള്ള മക്കളുടെയും സൈനികരുടെയും മുന്നിൽ വെച്ച് തന്റെ 2 മക്കൾക്ക് മേലെയും ശിക്ഷ വിധിച്ച് അവരെ ക്രൂരമായി തല്ലിച്ചതച്ചത്. ലോർഡ് പാനിന്റെ മറ്റൊരു മകൾ ചക്രവർത്തിയുടെ ഭാര്യയായിരുന്നു. അതുകൊണ്ട് അവൾ ചക്രവർത്തിയുടെ അടുത്തു ചെന്ന് കരഞ്ഞു പറഞ്ഞു, അവർ എന്റെ സഹോദരനെ കൊന്നു. പ്രതികാരമായി നിങ്ങൾ യാങ് കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കണം. ആ സമയം അവിടെ യാൻസി ഉണ്ടായിരുന്നു. ദേഷ്യം വന്ന യാൻസി പറഞ്ഞു, അവൻ സ്വന്തം അശ്രദ്ധ കൊണ്ട് വീണതാണ്. അതിൽ തങ്ങൾക്കൊരു പങ്കുമില്ല. പക്ഷേ അവരപ്പോൾ ചക്രവർത്തിയുടെ മുന്നിലായതുകൊണ്ട് പിതാവ് അവന്റെ വായടപ്പിച്ചു. തന്റെ കാമുകനായ ലൂവിനു വേണ്ടി ചായ രാജകുമാരി യാങ് കുടുംബത്തിന് അനുകൂലമായി സാക്ഷി പറയാൻ മുന്നോട്ട് വന്നു. എന്നാൽ ചക്രവർത്തിയുടെ ഭാര്യ അവളെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? വലിഞ്ഞുമുറകിയ ആ സാഹചര്യത്തിനിടയിലേക്കാണ് ഒരു സൈനികൻ കടന്നു വന്നത്. അയാൾ പറഞ്ഞു, കിത്താൻ സൈന്യം അതിർത്തിയിൽ ആക്രമിക്കുകയാണ്. കിത്താൻ സൈന്യത്തിന്റെ ഈ ആക്രമണം നടക്കുന്നത് ഇതാദ്യത്തെ തവണയൊന്നുമായിരുന്നില്ല. അത് കേട്ടതും ചക്രവർത്തിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അദ്ദേഹം അതിർത്തിയിലെ അപകടം വിളിച്ചോതുന്ന പുകയടയാളത്തിലേക്ക് നോക്കുകയും അതൊരു പൂർണ്ണമായ അധിനിവേശ ശ്രമമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കിത്താൻ സൈന്യം തങ്ങളുടെ മുഴുവൻ സൈനിക സംഘവുമായിട്ടാണ് എത്തുന്നത്. ശത്രു സൈന്യത്തിന്റെ കമാൻഡർ യുവാൻ എന്ന ക്രൂരനായ വ്യക്തിയാണെന്ന് ചക്രവർത്തി മനസ്സിലാക്കി. കഴിഞ്ഞ യുദ്ധത്തിൽ ജനറൽ യാങ് യുവാനെ കൊന്നുവെന്നാണ് താൻ കരുതിയത് എന്ന് ചക്രവർത്തി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചക്രവർത്തി ആശയക്കുഴപ്പത്തിലുമായി. പക്ഷെ പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമായത്. കിത്താൻ സൈന്യത്തിന്റെ പുതിയ കമാൻഡറായ യുവാൻ യഥാർത്ഥത്തിൽ പഴയ കമാൻഡർ യുവാന്റെ മകനാണ്. പിതാവിന്റെ മരണശേഷം അവൻ സൈന്യത്തിന്റെ ചുമതല ഏറ്റെടുത്തതായിരുന്നു. ജനറൽ യാങ് കിത്താൻ സൈന്യത്തോട് പലതവണ യുദ്ധം ചെയ്ത് ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത ഒരു യുദ്ധവിദഗ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് 60,000 സൈനികരെയും കൂട്ടിപ്പോയി അവരെ വീണ്ടും തോൽപ്പിച്ചു വരാൻ ചക്രവർത്തി ഉത്തരവിട്ടു. എന്നാൽ ചക്രവർത്തിയുടെ കുതന്ത്രശാലിയായ ഭാര്യ തന്റെ സഹോദരനെ കൊന്ന യാങ് കുടുംബത്തോട് കടുത്ത പക സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്റെ സഹോദരന്റെ അവസാന ആഗ്രഹപ്രകാരം തന്റെ പിതാവായ ലോർഡ് പാൻ യുദ്ധസൈന്യത്തെ നയിക്കട്ടെ എന്നവൾ ചക്രവർത്തിയോട് നിർദ്ദേശിച്ചു. മകന്റെ മരണത്തിലുള്ള വിഷമം പരിഹരിക്കാൻ ലോർഡ് പാൻ പരമോന്നത കമാൻഡർ ആയിരിക്കുമെന്നും ജനറൽ യാങ് മുൻനിര സൈന്യത്തെ നയിച്ച് പാനെ വിജയിപ്പിക്കാൻ സഹായിക്കുമെന്നും അതോടെ ചക്രവർത്തി തീരുമാനിച്ചു.
പിന്നാലെ അനുഭവസമ്പന്നനായ ജനറൽ തന്റെ കവചവും ആയുധങ്ങളും തയ്യാറാക്കാൻ ഭാര്യയെ സഹായിക്കാൻ വേണ്ടി തന്റെ വീട്ടിലേക്ക് പോയി. ഇത്തവണ അദ്ദേഹം പരമോന്നത കമാൻഡർ അല്ലെന്ന് കേൾക്കുമ്പോൾ ഭാര്യ കുറച്ച് ആശങ്കയിലായി. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നോർത്ത് എനിക്ക് ആശങ്കയൊന്നുമില്ല. പക്ഷെ ഇത്തവണത്തെ സാഹചര്യം വളരെ സങ്കീർണമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഭയം തോന്നുന്നത്. താൻ തന്നെ കൊന്ന കമാൻഡർ ഇവാനിന്റെ മകനായതുകൊണ്ട് വ്യക്തിപരമായ പ്രതികാര ബുദ്ധിയുള്ള ഒരു ശത്രുവിനെയാണ് ആ യുദ്ധത്തിൽ ജനറൽ യാങ് നേരിടാൻ പോകുന്നത്. കൂടാതെ അവരുടെ കൂടെ സഖ്യകക്ഷിയായി യുദ്ധത്തിനിറങ്ങുന്ന ലോർഡ് പാൻ പോലും ഏത് നിമിഷവും അവരെ ചതിച്ചേക്കാം. അയാൾ അത്തരത്തിൽ ഒരു കുതന്ത്രശാലിയായ എതിരാളിയാണ്. എന്നാൽ ജനറൽ തന്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, താൻ വർഷങ്ങളായി കിത്താൻ സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നതാണ്, ഇതുവരെ തോറ്റിട്ടില്ല. പാനിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സോങ് സാമ്രാജ്യത്തെ സംരക്ഷിക്കുക എന്നത് അവരെയും ബാധിക്കുന്ന അവരുടെയും പൊതുവായ കാര്യമാണ്. അതുകൊണ്ട് അവർ ചതിക്കാൻ സാധ്യതയുമില്ല. അതേസമയം അഞ്ചാമത്തെ മകൻ തന്റെ പിതാവിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെട്ടു. കാരണം ലോർഡ് പാൻ യുദ്ധക്കളത്തിൽ പരിചയസമ്പന്നനായ ഒരു കമാൻഡർ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ മൂത്ത മകൻ മറ്റു മക്കളോട് പിതാവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കാൻ ഉത്തരവിട്ടു. പിന്നീട് അവിടെ ഒരു സംസാരവും ഉണ്ടായില്ല. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ലൂവും ഏഴാമത്തെ അനിയനും പിതാവിനോട് ക്ഷമ ചോദിക്കാൻ പോയി. എന്നാൽ അദ്ദേഹം അതിനോടകം തന്നെ തന്റെ മക്കളോട് ക്ഷമിച്ചിരുന്നു. അടികിട്ടിയ ഭാഗത്ത് ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. ജനറലിന്റെ മക്കളിൽ അഞ്ചാമത്തെ മകൻ നല്ലൊരു വൈദ്യനായിരുന്നു. ജ്യേഷ്ഠൻ തങ്ങളെ വേഗത്തിൽ സുഖപ്പെടുത്തി എന്ന് യാൻസി പറഞ്ഞു. അവർ അദ്ദേഹത്തെ യുദ്ധകവചവും ഹെൽമറ്റും ധരിക്കാൻ സഹായിച്ചു. ഐതിഹാസികനായ ജനറൽ യാങ്ങും അദ്ദേഹത്തിന്റെ 7 ആൺമക്കളും സൈന്യവും യുദ്ധക്കളത്തിലേക്ക് നീങ്ങുകയും മുൻനിരയിൽ വെച്ച് കിത്താൻ സൈന്യവുമായി കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പ്രായം ചെന്നിട്ടും ജനറൽ യാങ് എപ്പോഴും ഒരു സിംഹത്തെ പോലെയാണ് പോരാടിക്കൊണ്ടിരുന്നത്. ശക്തമായ പോരാട്ടം അരങ്ങേറി. കാര്യങ്ങളുടെ പോക്ക് കണ്ട് ശത്രു കമാൻഡർ മറ്റൊരു ഡിവിഷനെ കൂടി യുദ്ധത്തിലേക്ക് ഇറക്കാൻ ഉത്തരവിട്ടു. നിലവിൽ കിത്താൻ സൈനികരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ലോർഡ് പാൻ അപ്പോഴാണ് തന്റെ ബാക്കി സൈന്യവുമായി വന്ന് അവരെ സഹായിക്കേണ്ടത്. എന്നാൽ ചതിയനായ ലോർഡ് പാൻ കിത്താൻ സൈന്യം കെണിയൊരുക്കിയിരിക്കുകയാണ് എന്ന് വ്യാജമായി കാണിച്ച് തന്റെ സൈന്യത്തോടുടൻ തന്നെ പിൻവാങ്ങാൻ ഉത്തരവിട്ടു. പിന്നാലെ അയാൾ മുഴുവൻ പാൻ സൈന്യത്തെയും കൂട്ടി ഓടിപ്പോയി. അത് കണ്ട് ജനറൽ യാങ്ങും അദ്ദേഹത്തിന്റെ സൈന്യവും ഞെട്ടിത്തെറിച്ചു. എങ്കിലും അദ്ദേഹവും 7 ആൺമക്കളും ധീരമായി പോരാട്ടം തുടർന്നു. ഒടുവിൽ യുവാൻ ജനറൽ യാങ്ങിന് നേരെ ഒരു അമ്പ് തൊടുത്തു. അതുകൊണ്ട് അദ്ദേഹം കുതിരപ്പുറത്തു നിന്ന് താഴെ വീണു. കിത്താൻ സൈന്യത്തിന്റെ എണ്ണം വളരെ കൂടുതലായതിനാൽ യുദ്ധം കഠിനമായി മാറി. പെട്ടെന്ന് യുവാൻ തന്റെ സൈന്യത്തോട് പിൻവാങ്ങാൻ ഉത്തരവിട്ടു. പരിക്കേറ്റ ജനറൽ യാങ് തന്റെ സൈനികരെയും കൂട്ടി വൂൾഫ് മൗണ്ടനിൽ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചു. കമാൻഡർ യുവാനിന് വേണമെങ്കിൽ അപ്പോൾ തന്നെ എല്ലാവരെയും കൊന്ന് തന്റെ പ്രതികാരം തീർക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ എളുപ്പത്തിലൊന്നും അവസാനിക്കരുതെന്നും പ്രതികാരം സാവധാനം വീട്ടേണ്ട ഒന്നാണ് എന്നുമായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നത്. 7 യാങ് സഹോദരന്മാരെയും വൂൾഫ് മൗണ്ടനിലേക്ക് ആകർഷിച്ച് അവിടെ കെണിയിൽപ്പെടുത്താനാണ് അവനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ ജനറലിന്റെ ഭാര്യ ആശങ്കയോടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. അവൾ നഗരത്തിലെ ഒരു ജ്യോത്സ്യന്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹം അവളോട് പറഞ്ഞു, ജീവനും മരണവും ദൈവത്തിന്റെ കൈകളിലാണ്. യുദ്ധം നാശം മാത്രമേ വരുത്തൂ. അദ്ദേഹം അതിനുശേഷം അവൾക്കൊരു പ്രത്യേക കടലാസ് കഷ്ണം നൽകി. ആ അമ്മ അത് കണ്ടതും ഞെട്ടിപ്പോയി സ്തബ്ധയായി നിന്നു. അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് രക്ഷപ്പെട്ട് മടങ്ങിയ അവളുടെ 7 ആൺമക്കളും സൈന്യവും തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നാൽ ജനറൽ യാങ്ങും അദ്ദേഹത്തിന്റെ കുറച്ച് സൈനികരും വൂൾഫ് മൗണ്ടനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നാലെ ആ അമ്മ തന്റെ മൂത്ത മകനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രഹസ്യമായി സംസാരിച്ചു. ജ്യോത്സ്യൻ നൽകിയ സന്ദേശം കാണിച്ചു. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: 7 ആൺമക്കൾ പോകും, അതിൽ 6 തിരിച്ചുവരും. താൻ അനിയന്മാരോടും സൈനികരോടും ഒപ്പം പോയി പിതാവിനെ മോചിപ്പിച്ച് സുരക്ഷിതമായി തിരിച്ചുകൊണ്ടുവരും എന്ന് മൂത്ത മകൻ അമ്മയ്ക്ക് ഉറപ്പ് നൽകി. അവർക്ക് ആശങ്കയുണ്ടെങ്കിലും അവൾ തന്റെ മക്കളെ വിശ്വസിച്ചു. പ്രത്യേകിച്ച് മൂത്ത മകൻ പറഞ്ഞു, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. പിതാവിനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക എന്നത് മാത്രമാണ് പ്രധാനം. അത് കേട്ടതും ആ അമ്മ പറഞ്ഞു, ക്രൂരനായ ആ ലോർഡ് പാനെ കൊണ്ട് കൂടുതൽ സൈന്യത്തെ അയപ്പിക്കാൻ താൻ കൊട്ടാരത്തിൽ ചെന്ന് ചക്രവർത്തിയെ കണ്ടു പറയാം.
പിന്നാലെ 7 സഹോദരന്മാരും തങ്ങളുടെ പിതാവിനെ എന്തു വില കൊടുത്തും രക്ഷിക്കാനുള്ള ദൗത്യത്തിനായി തയ്യാറെടുക്കാൻ തുടങ്ങി. ഭയപ്പെടുത്തുന്ന കിത്താൻ സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ എണ്ണത്തിൽ വളരെ കുറച്ചേ ഉള്ളൂവെങ്കിലും അവർ ഒരിക്കലും അവരുടെ ജനറലിനെ, അവരുടെ പിതാവിനെ ഉപേക്ഷിക്കില്ല. ലൂ നേരെ ചായ് രാജകുമാരിയെ കാണാൻ പോയി അവളോട് യാത്ര പറഞ്ഞു. അവൾ തന്റെ മാല അവന് നൽകി. അവൻ തിരിച്ചുവന്ന് അവളെ വിവാഹം കഴിക്കുന്നതുവരെ കാത്തിരിക്കും എന്നവന് വാക്ക് നൽകി. താൻ ഇറങ്ങാൻ പോകുന്ന ആ യുദ്ധത്തിൽ നിന്ന് ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ലൂവിനപ്പോൾ ഉറപ്പില്ലായിരുന്നു. ഏതായാലും 7 സഹോദരന്മാരും ഒടുവിൽ പൂർണ്ണമായി തയ്യാറെടുത്തു. ലോർഡ് പാനിനെ കൊണ്ട് കുറച്ച് സൈനികരെ അയപ്പിക്കാമെന്ന് ചക്രവർത്തി വാക്ക് നൽകിയിട്ടുണ്ടെന്ന കാര്യം അമ്മ അവരോടായി പറഞ്ഞു. ലെജൻഡറി ജനറൽ യാങ്ങിനോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു ചെറിയ സൈന്യവുമായി 7 ആൺമക്കളും വൈകാതെ പുറപ്പെട്ടു. അവർ യുദ്ധക്കളത്തിൽ തിരിച്ചെത്തുമ്പോൾ ആ സ്ഥലം മുഴുവൻ രക്തത്തിൽ കുളിച്ചതായും തങ്ങളുടെ മിക്ക സൈനികരും ക്രൂരമായി കൊല്ലപ്പെട്ട് കുന്തങ്ങളിൽ കുത്തി നിർത്തിയതായും അവർ കണ്ടു. എന്നാൽ പ്രായമായ ജനറലിനെ രക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യമുള്ളതിനാൽ അവർ ആ ശവശരീരങ്ങളുടെ കടൽ കടന്ന് മുന്നോട്ടേക്ക് നീങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോ അവർ 200 കിത്താൻ സൈനികരെ കണ്ടുമുട്ടി. ശത്രുക്കളുടെ എണ്ണം അത്രയും കുറവായതിൽ അവർ അത്ഭുതപ്പെട്ടു. വൈകാതെ അവർ ആക്രമണം ആരംഭിച്ചു. അവർ വായുവിലേക്ക് എണ്ണയൊഴിക്കുകയും അതിനു പിന്നാലെ തീയമ്പുകൾ എയ്യുകയും ചെയ്തു. ശത്രു സൈന്യത്തിനു മേൽ അക്ഷരാർത്ഥത്തിൽ തീമഴ പെയ്യുകയായിരുന്നു. ശത്രു സൈന്യം തീയിൽ വെന്ത് നിന്നതും ജനറലിന്റെ ആൺമക്കൾക്ക് വലിയൊരു മേൽക്കൈ ലഭിച്ചു. ബാക്കിയുള്ള കിത്താൻ സൈന്യത്തെ അവർ തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഉപയോഗിച്ച് ശക്തമായി ആക്രമിക്കാൻ തുടങ്ങി. വാളുകൾ, കുന്തങ്ങൾ, വില്ലുകൾ അങ്ങനെയെല്ലാം അവർ ഉപയോഗിച്ചു. 7 ആൺമക്കളും തങ്ങളുടെ പിതാവിന് അഭിമാനം നൽകുന്ന തരത്തിലുള്ള ഒരു ഐതിഹാസിക പ്രകടനമായിരുന്നു അവിടെയെന്ന് കാഴ്ചവെച്ചത്. ഇതൊക്കെ നടക്കുമ്പോൾ കമാൻഡർ യുവാൻ ദൂരെ നിന്നതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സഹോദരന്മാരുടെ കഴിവ് പരിശോധിക്കാൻ മാത്രമാണ് താൻ തന്റെ 200 സൈനികരെ ബലി നൽകിയത് എന്നവൻ കൂടെയുണ്ടായിരുന്ന ചക്രവർത്തിയുടെ നിർദ്ദേശകനോട് പറഞ്ഞു. സോങ് പ്രവിശ്യ പിടിച്ചെടുക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് നിർദ്ദേശകൻ പറയുന്നുണ്ടെങ്കിലും യാങ്ങിനെയും കുടുംബത്തെയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതെളുപ്പത്തിൽ സാധിക്കും എന്നായിരുന്നു കിത്താൻ കമാൻഡറായ യുവാൻ ഉറപ്പിച്ചു പറഞ്ഞത്. ആ സമയത്ത് ചക്രവർത്തിയിൽ നിന്നുള്ള ഒരു ദൂതൻ ചതിയനായ ലോർഡ് പാനിന്റെ അടുത്തെത്തി. വൂൾഫ് മൗണ്ടനിലുള്ള ജനറലിനെ രക്ഷിക്കാനും യാങ് സഹോദരന്മാർക്ക് സഹായിയായും 5000 സൈനികരെ അയക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് ആ ദൂതൻ അറിയിച്ചു. പക്ഷേ പാനിന് അതിനൊട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അസ്വസ്ഥനായി. എങ്കിലും അയാൾക്ക് ആ ഉത്തരവ് സ്വീകരിക്കേണ്ടി വന്നു. തനിക്ക് എന്തുകൊണ്ട് ആരെയും അയക്കാൻ കഴിയില്ലെന്ന് വിശദീകരിക്കുന്ന ഒരു മറുപടി അയക്കാൻ അയാൾ തീരുമാനിച്ചു. അതിനിടയിൽ ജനറൽ യാങ്ങും അദ്ദേഹത്തിന്റെ കൂടെ അവശേഷിച്ച കുറച്ച് സൈനികരും ദിവസങ്ങളായി വൂൾഫ് മൗണ്ടനിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരുടെ ഭക്ഷണവും വെള്ളവും തീർന്നിരുന്നു. തന്റെ പുറകിൽ ഒരമ്പ് തറച്ചിരിക്കുന്നതിനാലും കടുത്ത വേദന അനുഭവിക്കുന്നതിനാലും ജനറൽ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു നിന്നു. ആ ഭക്ഷണവും തന്റെ സൈനികർക്ക് ലഭിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം അവിടെ അങ്ങനെ തുടരുമ്പോൾ തന്റെ 7 ആൺമക്കളും അവരുടെ ആളുകളും മലയിലെ അദ്ദേഹത്തിന്റെ കോട്ടയിലേക്ക് ഇരച്ചു കയറുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. മലമുകളിൽ മുഴുവൻ കിത്താൻ സൈന്യമുള്ളപ്പോൾ അവർ അങ്ങനെ അവിടെ എത്തി എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. തങ്ങളെല്ലാരെയും കൊന്നൊടുക്കാൻ യുവാൻ അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നതാണ് എന്നദ്ദേഹം മനസ്സിലാക്കി. പെട്ടെന്ന് ജനറലിന് വല്ലാതെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. വായിൽ നിന്ന് രക്തം വന്നു. ആ സമയത്താണ് ആ കാര്യം വ്യക്തമായത്. ജനറലിന്റെ ശരീരത്തിൽ പതിച്ച അമ്പിൽ വിഷം പുരട്ടിയിരുന്നു. ജനറൽ അത് കാര്യമാക്കിയിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് താൻ യുവാനിന്റെ പിതാവിനെ കൊന്നതിന് പ്രതികാരം ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം മക്കളോട് പറഞ്ഞു. തന്റെ മക്കളെ കെണിയിൽ വീഴ്ത്താനായിരുന്നു അവൻ തങ്ങളെ ജീവനോടെ വിട്ടത്. നിങ്ങൾ ഇവിടെ തുടർന്നാൽ നിങ്ങളുടെ ജീവന് തന്നെ അപകടമാകും. അതുകൊണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു പോകൂ, അദ്ദേഹം അവരോട് കൽപ്പിച്ചു. എന്നാൽ അവർ അതിന് വിസമ്മതിച്ചു. ലോർഡ് പാൻ സഹായത്തിനായി സൈന്യത്തെ അയക്കുന്നുണ്ട് എന്നവർ പറഞ്ഞു. അത് കേട്ടതും ജനറലിന്റെ അസിസ്റ്റന്റ് ദേഷ്യപ്പെട്ടു. ലോർഡ് പാൻ യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയതുകൊണ്ടാണ് തങ്ങൾക്ക് ആദ്യം തന്നെ പരാജയപ്പെട്ട് മാറേണ്ടി വന്നത് എന്ന് അയാൾ പറഞ്ഞു. പാൻ ആരെയും അയക്കില്ലെന്നും അവരെല്ലാവരും മരിക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നതെന്നും അവൻ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും 7 സഹോദരന്മാരും പിതാവിനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായില്ല. മൂത്ത സഹോദരൻ അനിയന്മാർക്ക് ജോലികൾ വീതിച്ചു നൽകാൻ തുടങ്ങി. യാൻസിയും ലൂവും പിതാവിന് കാവലായി നിൽക്കണം. വൈദ്യനായ 5ാമത്തെ മകൻ വിഷബാധയേറ്റ ജനറലിനെ ചികിത്സിക്കണം. ബാക്കിയുള്ളവരുടെ കൂടെ മൂത്ത മകൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്താൻ പോകും. ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി ആരംഭിച്ചു. 5ാമത്തെ മകൻ വളരെ ശ്രദ്ധയോടെ ജനറലിന്റെ ശരീരത്തിൽ പതിച്ച വിഷഅമ്പ് പുറത്തേക്കെടുത്തു. എന്നാൽ വിഷം അസ്ഥിമജ്ജ വരെ എത്തിയതായി കണ്ട് അവൻ ഞെട്ടിപ്പോയി. അത് സുഖപ്പെടുത്തുക അസാധ്യമായിരുന്നു.
രക്തസ്രാവം നിർത്താൻ അവൻ ആ മുറിവ് കരിച്ചടച്ചു. സാഹചര്യം മോശമാണെന്ന് കണ്ട് ഏഴാമത്തെ മകൻ യാൻസി നേരിട്ട് ലോർഡ് പാനിന്റെ ക്യാമ്പിലേക്ക് പോകാനും ലോർഡ് പാനിനെ കണ്ട് സൈന്യത്തെ ആവശ്യപ്പെടാനും തീരുമാനിച്ചു. അവനെ തടയാൻ ലൂ പുറകെ ഓടുന്നുണ്ടെങ്കിലും യാൻസി നിന്നതേയില്ല. അവൻ അതിനോടകം തന്നെ മുന്നോട്ടേക്ക് പോയിരുന്നു. മൂത്ത സഹോദരനും മറ്റുള്ളവരും മലയിൽ നിന്ന് പുറത്തു കടക്കാൻ വഴി കണ്ടെത്തി. രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ദുർഘടമായ പാതയായിരുന്നു അത്. എന്നാൽ പെട്ടെന്ന് എല്ലാ ഭാഗത്തുനിന്നും അവർക്ക് നേരെ ആയുധങ്ങൾ വർഷിക്കാൻ തുടങ്ങി. കിത്താൻ സൈന്യം അവിടെ കെണിയൊരുക്കിയിട്ടുണ്ടെന്നും ആ വഴി ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അവർ അതോടെ മനസ്സിലാക്കുകയായിരുന്നു. കനത്ത ആക്രമണത്തിനിടയിലും അവർ തിരികെ മലയിലേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അവരിൽ പലരും കൊല്ലപ്പെട്ടു വീണു. അവർ തിരികെ എത്തുമ്പോൾ യാൻസി പാനിന്റെ അടുത്തേക്ക് പോയ വിവരം മൂത്ത സഹോദരൻ അറിഞ്ഞു. അവനെ തടയാത്തതിന് ദേഷ്യം വന്ന അദ്ദേഹം ലൂവിനെ അടിച്ചു. പക്ഷെ അതിനൊന്നും സമയമില്ലായിരുന്നു. കിത്താൻ സൈന്യം എല്ലാ ഭാഗത്തുനിന്നും അവരെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ബാക്കിയുള്ള സഹോദരങ്ങളും കിത്താൻ സൈനികരും തമ്മിൽ കടുത്ത പോരാട്ടം ആരംഭിച്ചു. അവർ അമ്പുകൾ ഉപയോഗിച്ച് ശത്രുക്കളെ വീഴ്ത്താൻ തുടങ്ങി. ചിലർ വാളുകളുമായി നിലത്തിറങ്ങി പോരാടി. അവിടെ നടന്നത് ശക്തമായൊരു യുദ്ധമായിരുന്നു. എന്നാൽ യാങ് സഹോദരന്മാർക്ക് തന്നെയാണ് അതിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞത്. പിതാവിനെയും കൂട്ടി രക്ഷപ്പെടാൻ വേണ്ടി അവർ തങ്ങളുടെ സർവ്വശക്തിയുമെടുത്ത് ശത്രുക്കളെ കൊന്നു. അവരുടെ ചടുലമായ നീക്കങ്ങളും മറ്റും കണ്ട് ചില കിത്താൻ സൈനികർ ഭയന്ന് പിൻവാങ്ങി. ലൂവും സഹോദരന്മാരും തങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെച്ചു. എണ്ണത്തിൽ തങ്ങൾ കുറവാണെന്ന ചിന്തയെ അവർ സ്വയം തച്ചുടച്ചു കളഞ്ഞു. വിവിധായുധങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള അവരുടെ വൈദഗ്ധ്യം അവിടെ പ്രകടമാവുകയായിരുന്നു. അവരൊടുവിൽ കുതിരകളുടെ അടുത്തെത്തി. അതോടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. ജനറൽ യാങ് അതീവ ദുർബലനാണെങ്കിൽ കൂടിയും തനിക്കാവുന്നതുപോലെ പോരാടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകണ്ട് മക്കൾ കൂടുതൽ ആവേശഭരിതരായി സമാനതകളില്ലാത്ത ക്രൂരതയോടെ ശത്രുക്കളെ ആക്രമിച്ചു. ഒടുവിലവർ കുതിരകളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. അതിനിടയിൽ യാങ്ങിനെയും മക്കളെയും കെണിയിൽ വീഴ്ത്തിക്കൊല്ലാൻ കഴിയാത്തതിന് ചക്രവർത്തിയുടെ നിർദ്ദേശകൻ കമാൻഡർ യുവാനെ പരിഹസിച്ചു. ദേഷ്യം വന്ന യുവാൻ ആ നിമിഷം തന്നെ ആ നിർദ്ദേശകന്റെ തല വെട്ടിയെടുത്തു. അടുത്ത ദിവസം ഒരു പൂർണ്ണമായ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നതിനാൽ തന്റെ മുഴുവൻ സൈന്യത്തെയും എടുത്ത് സോങ് അതിർത്തിയിൽ വന്ന് കാണാൻ അവൻ അസിസ്റ്റന്റിനോട് ഉത്തരവിട്ടു. ഇതേ സമയം ജനറലും മക്കളും അടുത്ത ആക്രമണം വരുന്നതിനു മുമ്പേ രക്ഷപ്പെട്ട് തങ്ങളുടെ ഇടത്തേക്ക് എത്തുവാൻ വേണ്ടി ദീർഘദൂരം സഞ്ചരിക്കുകയായിരുന്നു. അവരുടെ ആ കൂട്ടത്തിൽ കൂടെയുള്ള സൈനികരൊന്നും ഉണ്ടായിരുന്നില്ല. സഹോദരന്മാരും ജനറലും മാത്രമായിരുന്നു ഉണ്ടായത്. പെട്ടെന്ന് അമിത രക്തസ്രാവം കാരണം മുന്നോട്ടു പോകാൻ കഴിയാതെ ജനറൽ നിലത്തു വീണു. അടുത്ത ദിവസം വരെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രത്തിൽ വിശ്രമിക്കാൻ അതോടെ അവർ തീരുമാനിച്ചു. തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് ലൂ കരയുന്നുണ്ടായിരുന്നു. താനെന്ന് തന്റെ കാമുകിയെ കെട്ടാൻ വേണ്ടി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയില്ലായിരുന്നെങ്കിൽ യാൻസി പാനിന്റെ മകനെ കൊല്ലില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ജനറലിന് ആ അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞവൻ മാപ്പ് ചോദിച്ചു. എന്നാൽ ജനറൽ അവനോട് പറഞ്ഞു, യാൻസി ഒരു അവിവേകിയാണ്. അവനിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. നീ അതിൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തിരികെ എത്തിക്കഴിയുമ്പോൾ നീ ചായ് രാജകുമാരിയെ വിവാഹം കഴിക്കണം എന്ന് അദ്ദേഹം ലൂവിനോട് പറഞ്ഞു. താൻ തന്റെ മക്കൾക്കൊരു ഭാരമായി മാറുന്നതിൽ ജനറൽ അസ്വസ്ഥനായിരുന്നു. തനിക്ക് വിശ്രമിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് യാത്ര നിർത്തേണ്ടി വന്നത്. അദ്ദേഹം കുറ്റബോധത്താൽ നീറിക്കൊണ്ടിരുന്നു. ആ സമയത്ത് യാൻസി ലോർഡ് പാനിന്റെ കോട്ടയിലെത്തി. മതിലിന് മുകളിലുള്ള സൈനികർ അമ്പുകൾ തയ്യാറാക്കി നിന്നു. യാൻസി തന്റെ പേര് പറയുകയും ലോർഡ് പാനിനോട് സംസാരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ലോർഡ് പാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഇതാരാണ്, ഒരു കിത്താൻ സൈനികനോ എന്ന മട്ടിലായിരുന്നു ചോദിച്ചത്. താൻ ആരാണെന്ന് തെളിയിക്കാൻ യാൻസി തന്റെ ഹെൽമറ്റ് അഴിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ജീവനോടെ പോകില്ല എന്ന കാര്യം ഉറപ്പിച്ചാണ് വന്നത്. നിങ്ങളുടെ മകന്റെ മരണത്തിന് നിങ്ങൾക്ക് എന്നെ കൊന്ന് പ്രതികാരം വീട്ടാം. പക്ഷേ എന്റെ പിതാവിനെയും സഹോദരന്മാരെയും സഹായിക്കാൻ വേഗം സൈന്യത്തെ അയക്കൂ. ലോർഡ് പാൻ അത് കേട്ടതും അത്യധികം കോപിഷ്ഠനായി. അവൻ അഭിനയിക്കുന്ന ഒരു കിത്താൻ സൈനികനാണ് എന്ന മട്ടിൽ അയാൾ വിളിച്ചു പറഞ്ഞു. യാൻസിയെ ഉടനടി ഇല്ലാതാക്കാൻ അവൻ തന്റെ ആളുകളോട് അമ്പുമഴ പെയ്യിക്കാൻ ഉത്തരവിട്ടു. അധികം വൈകിയില്ല. യാൻസി അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ജനറൽ യാങ് വിശ്രമത്തിനിടയിൽ ജോൽസ്യനെ സ്വപ്നം കണ്ടു. ജോൽസ്യൻ അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഏഴാമത്തെ മകൻ മരിച്ചു. മക്കൾക്ക് വേണ്ടി പോരാടാൻ അദ്ദേഹത്തിന്റെ കവചവും വാളും ഉപേക്ഷിക്കേണ്ട സമയമായി. കാര്യം വ്യക്തമായിരുന്നു. താൻ മക്കളുടെ കൂടെ തുടർന്നാൽ അവരും അപകടത്തിലാകും. അതോടെ ജനറൽ ഒരു വലിയ ത്യാഗത്തിന് തീരുമാനിച്ചു. താനിനി തന്റെ മക്കൾക്കൊരു ഭാഗമാകരുത് എന്ന് കരുതി അദ്ദേഹം
ഒരു സ്മാരകശിലയിൽ തലയിടിച്ച് ആത്മഹത്യ ചെയ്തു. മറുവശത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് ചക്രവർത്തിയുടെ ആളുകളിൽ ഒരാൾ വന്നു പറഞ്ഞു, ചതിയനായ ലോർഡ് പാൻ ചക്രവർത്തിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. രാജ്യം മുഴുവൻ അരാജകത്വത്തിലാണെന്നും യാങ്ങിനെ സഹായിക്കാൻ നിലവിൽ ഒരു സൈനികനെ പോലും അയക്കാൻ കഴിയില്ലെന്നും പാൻ ചക്രവർത്തിയെ വിശ്വസിപ്പിച്ചു. അതുകൊണ്ടവർ സൈനികരെയൊന്നും അയക്കില്ല. കുറച്ചു കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയായിരുന്ന ജനറാലിന്റെ മക്കൾ ഉണർന്നിയ ആ സഹോദരങ്ങൾ തങ്ങളുടെ പിതാവ് ചെയ്ത പ്രവൃത്തി കണ്ട് ഞെട്ടിപ്പോയി. തങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനും വീട്ടിലെത്താനും വേണ്ടിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് അവർ മനസ്സിലാക്കി. അധികം വൈകിയില്ല. അദ്ദേഹത്തിന് ആചാരപ്രകാരമുള്ള ശവസംസ്കാരം നൽകാൻ അവർ ഒരു കുഴിയെടുത്തു. പെട്ടെന്ന് ആറാമത്തെ സഹോദരനായ ലൂ പറഞ്ഞു, പിതാവ് വെറും ഒരു ശവശരീരമാണെങ്കിൽ പോലും അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അമ്മ അദ്ദേഹത്തിനായി കാത്തിരിക്കുകയാണ്. അത് കേട്ടതും മറ്റുള്ള സഹോദരന്മാരും അതിനോട് യോജിച്ചു. ലൂ തന്റെ പിതാവിനെ തന്റെ പുറത്തു വെച്ച് കെട്ടി. അവർ ക്ഷേത്രത്തിൽ നിന്ന് കുതിരപ്പുറത്ത് യാത്ര തിരിച്ചു. അവർ ഒരു പ്രത്യേക പാതയിലെത്തിയപ്പോ യുവാണി 80 സൈനികരുമായി തങ്ങളുടെ പുറകെ വരുന്നുണ്ട് എന്നവർ അറിഞ്ഞു. ലൂ പിതാവിനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നതുവരെ മറ്റുള്ളവർ അവനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ശത്രുക്കളെ പരമാവധി തടഞ്ഞു നിർത്താൻ മൂത്ത സഹോദരൻ ആ വഴിയിൽ ധീരമായി നിൽക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ സഹോദരനും മൂത്ത സഹോദരന്റെ കൂടെ നിൽക്കും. എന്നാൽ മൂത്ത സഹോദരൻ ആ രണ്ടാമത്തെ സഹോദരന് ജോത്സ്യനിൽ നിന്ന് ലഭിച്ച ആ കടലാസ് നൽകി. അത് വായിക്കാനും മറ്റുള്ളവരുടെ കൂടെ തിരികെ പോകാനും മൂത്ത സഹോദരൻ ആവശ്യപ്പെട്ടു. താൻ മാത്രം മരണപ്പെട്ടാൽ മതിയെന്ന് അവൻ പറഞ്ഞു. പിന്നാലെ മൂത്ത സഹോദരനെ അനുസരിച്ച് രണ്ടാമത്തെ സഹോദരൻ അവിടെ നിന്ന് പോയി. മൂത്ത സഹോദരൻ ഒറ്റയ്ക്കായി. യുവാനിന്റെ ആളുകളെ കാണുന്ന നിമിഷം അവൻ ഭ്രാന്തമായ ധീരതയോടെ ഒറ്റയ്ക്ക് നിന്ന് ആക്രമിച്ചു. ഡസൻ കണക്കിന് സായുധ സൈനികർക്കെതിരെ ഒറ്റയ്ക്കാണ് അയാൾ പോരാടിയതെങ്കിലും വലിയൊരു വിഭാഗത്തെ കൊന്നൊടുക്കാൻ അവന് സാധിച്ചു. എന്നാൽ കൂടുതൽ സൈനികർ അവന് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ട് അവനൊരു നിമിഷം സ്തബ്ധനായി. അവർ അവന്റെ ശരീരത്തിൽ പലയിടത്തും മുറിവേൽപ്പിച്ചു. എങ്കിലും അവരെ തടയാൻ അവൻ വീഴാതെ നിന്നു. പരിക്കേറ്റൊരു ചെന്നായിയെപ്പോലെ പോരാടുന്ന അവന്റെ ധൈര്യം കണ്ട് സൈനികർ ഞെട്ടിത്തെറിച്ചു. എന്നിരുന്നാലും ഒടുവിൽ പരിക്കുകൾ കാരണം ആ മൂത്ത സഹോദരൻ അടിയറവ് പറഞ്ഞു നിലത്തു വീണു. യുവാൻ വന്ന് തന്റെ കുന്തം അവന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി. അവനെ എന്നിട്ട് ക്രൂരമായി മുകളിലേക്ക് ഉയർത്തി. തന്റെ അച്ഛനെ കൊന്നതിന് പ്രതികാരം താൻ വീട്ടുമെന്നും എന്ത് വില കൊടുത്തും യാങ്ങിനെയും അവന്റെ മക്കളെയും കൊല്ലുമെന്ന് താൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും യുവാൻ അവിടെ വെച്ച് അലറി. പെട്ടെന്ന് രണ്ടാമത്തെ സഹോദരൻ തന്റെ ജ്യേഷ്ഠനെ രക്ഷിക്കാമെന്ന പ്രതീക്ഷയിൽ ദൂരെ നിന്ന് തിരികെ വരുന്നത് വ്യക്തമാകുന്നു. അവൻ പൂർണ്ണ നിശ്ചയദാർഢ്യത്തോടെ യുവാന്റെ ആളുകളെ ആക്രമിച്ചു. ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്തു. എന്നാൽ സൈന്യം അവനെ വളഞ്ഞു. സാരമായ പരിക്കേൽപ്പിച്ച് മൂത്ത സഹോദരനെയും രണ്ടാമത്തെ സഹോദരനെയും അവർ അവിടെ ഉപേക്ഷിച്ചു. അധികം വൈകാതെ ഇരുവരും മരണത്തിന് കീഴടങ്ങി. ആ സമയത്ത് അഞ്ചാമത്തെ സഹോദരന്റെ കുതിര പരിക്കേറ്റ് താഴെ വീണു. ശത്രുക്കൾ തൊട്ടടുത്തെത്തുകയും ചെയ്തു. നാലാമത്തെ സഹോദരൻ അവന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ലൂവിനോടും മൂന്നാമത്തെ സഹോദരനോടും മുന്നോട്ടു പോകാൻ പറയുകയും ചെയ്തു. പിന്നാലെ വീണ അഞ്ചാമത്തെ സഹോദരനെ പൊക്കിയെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി മൂത്ത സഹോദരൻ ശ്രമിച്ചെങ്കിലും ശത്രു സൈന്യം അങ്ങോട്ടേക്കെത്തി വളഞ്ഞതോടെ അവരോട് എതിരിടാൻ അവർ തീരുമാനിച്ചു. രണ്ട് സഹോദരന്മാരും അതീവ ധീരതയോടെ പോരാടി. സമാനതകളില്ലാത്ത യുദ്ധവൈദഗ്ധ്യം അവരിൽ പ്രകടമായിരുന്നു. തങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാവരെയും അവർ കൊന്നുതള്ളിക്കൊണ്ടിരുന്നു. അവർ തങ്ങളുടെ അന്തസ്സിനും കുടുംബത്തിനും വേണ്ടിയായിരുന്നു ആ പോരാട്ടം അത്രയും നടത്തിക്കൊണ്ടിരുന്നത്. പരിക്കുകൾ ഏൽക്കുന്നതിനിടയിലും അവരുടെ ഉള്ളിലെ ആ ഉണർവ് അവർക്ക് ശക്തി പകർന്നു. എന്നാൽ പതിവ് പോലെ ആ യുദ്ധത്തിനിടയിൽ അഞ്ചാമത്തെ സഹോദരന് വെടിയേൽക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്തു. നാലാമത്തെ സഹോദരൻ തന്റെ അവസാന തുള്ളി ഊർജവും എടുത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും പരാജയത്തിലേക്കായിരുന്നു നീങ്ങിയത്. ഒടുവിൽ യുദ്ധവിളി മുഴക്കിക്കൊണ്ട് തങ്ങളാലാകുന്നത്ര ശത്രുക്കളെയും കൂട്ടി അവർ ഒരു മലയിടുക്കിൽ നിന്ന് താഴേക്ക് ചാടി. അങ്ങനെ അവരെല്ലാവരും മരണപ്പെട്ടു. മൂന്നാമത്തെ സഹോദരനും സംഘവും മുന്നോട്ട് കുതിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മൂന്നാമത്തെ സഹോദരന്റെ കുതിരയ്ക്ക് വിഷാമ്പേറ്റു. അതോടെ താൻ ഇവിടെ നിന്ന് യുദ്ധം ചെയ്ത് ശത്രുക്കളെ തടയാമെന്നും ലൂവിനോട് തനിയെ മുന്നോട്ടു പോകാനും അവൻ പറഞ്ഞു. മൂന്നാമത്തെ സഹോദരൻ ഉയരമുള്ള പുല്ലുകൾക്കിടയിലേക്ക് പോയി ശത്രുക്കളുടെ അമ്പുകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒടുവിൽ അവൻ അമ്പെയ്യുന്ന ആളെ കണ്ടു. അവൻ തിരികെ അമ്പെയ്തെങ്കിലും അത് ലക്ഷ്യം തെറ്റി. നിർഭാഗ്യവശാൽ ശത്രുവിന്റെ ഒരു വിഷാമ്പ് അവന്റെ മേൽ തറച്ചു. എങ്കിലും മൂന്നാമത്തെ സഹോദരൻ ആ ശത്രുവിനെ കെണിയിൽപ്പെടുത്തുകയും അവന്റെ തലയിലേക്ക് ഒരമ്പെയ്ത് കയറ്റി അവനെ ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് യുവാൻ വന്ന അവന്റെ ശരീരത്തിലേക്ക് കുന്തം കുത്തിയിറക്കി മൂന്നാമത്തെ സഹോദരനെയും കൊന്നുതള്ളി. നിലവിലിപ്പോൾ ആറാമത്തെ സഹോദരനായ ലൂ മാത്രമായിരുന്നു അവശേഷിച്ചത്.
അവൻ അവസാന നിമിഷം വരെ തന്റെ പിതാവിനെ പുറത്തു ചുമന്ന് മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവനെ പിന്തുടർന്ന് യുവാൻ തൊട്ടടുത്തെത്തിയിരുന്നു. അവന്റെ എല്ലാ സഹോദരങ്ങളെയും താൻ കൊന്നുവെന്ന് യുവാൻ ക്രൂരമായി പറയുകയും അവനെയും വകവരുത്താൻ പോവുകയാണ് എന്ന മട്ടിൽ ആക്രോശിക്കുകയും ചെയ്തു. വീട്ടിലെത്താനായി ലൂ വേഗത്തിൽ യുവാനടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യുവാൻ ദൂരെ നിന്ന് ഇത് അമ്പുകൊണ്ട് അവൻ കുതിരപ്പുറത്തു നിന്ന് താഴെ വീണു. ഇനിയാകെ അവശേഷിക്കുന്നത് ജനറലിന്റെ 6ാമത്തെ മകൻ ലൂ മാത്രമായിരുന്നു. ഇനി വേറെ വഴിയൊന്നുമില്ല. യുവാനെതിരെ ലൂവിന് പോരടിച്ചേ പറ്റൂ. യുവാനെ കൊന്ന് സാമ്രാജ്യത്തെ തന്നെ സംരക്ഷിക്കണം. അതവന്റെ ഉത്തരവാദിത്തമാണ്. അവനും യുവാനും തമ്മിൽ കടുത്ത പോരാട്ടം അവിടെ വെച്ച് ആരംഭിച്ചു. ഏറ്റവും ഒടുവിൽ ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട് മുഷ്ടിയുദ്ധത്തിലേക്കായിരുന്നു കാര്യങ്ങളെത്തിയത്. ശക്തമായി യുവാന്റെ മുഖത്തിടിച്ചിടിച്ച് യുവാനെ കീഴ്പ്പെടുത്തി. ഒടുവിലവൻ കൊല്ലപ്പെട്ട് കിടന്ന തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു ചെറിയ കത്തിയെടുത്ത് യുവാന്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി. എന്നേക്കുമായി യുവാനെ ഈ ലോകത്തു നിന്നേ പറഞ്ഞയച്ചു. തന്റെ പിതാവ് ജനറലിനു വേണ്ടി ലൂ യുദ്ധം പൂർണ്ണമാക്കിയിരിക്കുന്നു. കിത്താൻ സൈന്യത്തിന്റെ കമാൻഡറെ കൊന്ന് യുദ്ധം അവർ വിജയിച്ചിരിക്കുന്നു. അവൻ വീണ്ടും തന്റെ പിതാവിനെ ചുമരിലേറ്റി. ഒടുവിൽ വീട്ടിലേക്കെത്തി. അവന്റെ അമ്മയും സൈനികരും അവനെ സ്വീകരിക്കാൻ അവിടെയുണ്ടായിരുന്നു. ജനറൽ യാങ് മരണപ്പെട്ട് കിടക്കുന്നത് കണ്ട് അമ്മ തകർന്നുപോയി. ലൂ ഒഴികെ മറ്റെല്ലാ മക്കളും കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് അവൾ കൂടുതൽ ഞെട്ടി. 7 ആൺമക്കൾ പോകും, 6 തിരിച്ചു വരും എന്ന പ്രവചനത്തിന്റെ യഥാർത്ഥ്യാർത്ഥം അപ്പോഴാണ് വ്യക്തമായത്. 7 പേർ പോകും, 6ാമത്തെ മകൻ മാത്രം തിരിച്ചുവരും എന്നായിരുന്നു അത്. ഒടുവിൽ യുവാന്റെ മരണത്തോടെ കിത്താൻ സൈന്യം ചിതറിയോടി. സോങ് സാമ്രാജ്യം യുദ്ധത്തിൽ വിജയിച്ചു. ലോർഡ് പാനിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചതിക്ക് ശിക്ഷയൊന്നും ലഭിച്ചില്ലെങ്കിലും അവന്റെ ചതിയുടെ കഥ നാടൊട്ടുക്കും പരന്നു. ഐതിഹ്യങ്ങളിൽ എഴുതപ്പെട്ടു. ലൂ തന്റെ പിതാവിന്റെ സ്ഥാനം ഏറ്റെടുത്തു. ചായ് രാജകുമാരിയെ അവൻ വിവാഹം ചെയ്തു. യാങ് കുടുംബത്തിന്റെ ത്യാഗം നിറഞ്ഞ ആ പോരാട്ടം എന്നും വാഴ്ത്തപ്പെടുന്ന ഐതിഹ്യമായി മാറി. വിശ്വസ്തതയുടെയും കുടുംബത്തോടുള്ള ഭക്തിയുടെയും രാജ്യസ്നേഹത്തിന്റെയും സദ്ഗുണത്തിന്റെയും ഉത്തമ ഉദാഹരണമായി ഇന്നും ആ കഥ നിലകൊള്ളുന്നു. ആ ദൃശ്യങ്ങളിൽ സിനിമ അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.